നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, വാചകങ്ങൾ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം നമ്മൾ പ്രയോഗിക്കാൻ. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അല്ലാഹു പറയുന്നു സൂറത്തുൽ അഹ്സാബിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ ഖുതുബകളുടെയും തുടക്കത്തിൽ ഖുതുബത്തുൽ ഹാജയിൽ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന 3 ആയത്തുകളിൽ ഒരായത്തായി നമ്മളും എല്ലാ സംസാരങ്ങളുടെയും തുടക്കത്തിൽ സാമാന്യം കേൾക്കുന്ന ആയത്താണിത്. എന്താണ് അല്ലാഹു പറഞ്ഞത് ഈ ആയത്തിൽ? സൂറത്തുൽ അഹ്സാബിലെ 70-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ടത്? അല്ലാഹു ഹറാമാക്കിയതെല്ലാം ഒഴിവാക്കി, അല്ലാഹു നിർബന്ധമാക്കിയതെല്ലാം പ്രാവർത്തികമാക്കി നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വഖൂലു ഖൗലൻ സദീദ. ഒപ്പം നിങ്ങൾ സദീദായ വാക്ക് പറയണം, നല്ല വാക്ക് മൊഴിയണം. എന്താണ് അൽ ഖൗലു സദീദ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അൽ ഖൗലുൽ ഹഖ്ഖു സ്വവാബ്, നേരായ വാക്ക്, ശരിയായ വാക്ക്. വളിദ്ദുൽ ബാത്തിൽ, നിരർത്ഥകമല്ലാത്ത, വ്യർത്ഥമല്ലാത്ത, അനർത്ഥമല്ലാത്ത വാക്ക്. അപ്പോൾ ഏറ്റവും ശരിയായ, ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും സുരക്ഷിതമായ, സത്യമായ വാക്ക്, നല്ല വാക്ക് നമ്മൾ പറയണം. സൂറത്തുൽ ഇസ്രായിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പറയുന്നു, നബിയോട് പറയാൻ വേണ്ടി പറയുന്നു, വഖുൽ ഇബാദി, പറയുക നബി, എൻ്റെ അടിമകളോട് പറയുക, യഖൂലുല്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ വാക്കുകൾ അവർ പറയാൻ വേണ്ടി അവരോട് കൽപ്പിക്കുക നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുണർത്തുകയാണ്. ഹദീസുകളിലെമ്പാടും വാക്കുകൾ ശ്രദ്ധിക്കാനുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണർത്തലുകൾ നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, ഒരുപക്ഷെ മനപ്പാടമുള്ള ഹദീസായിരിക്കും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അല്ലാഹുവിലും ഖിയാമത്ത് നാളിൽ ഈമാനുള്ളവൻ, അവൻ സംസാരിക്കുന്നുവെങ്കിൽ ഖൈറായത്, നല്ലത് സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇതാണ് നമ്മുടെ സംസാര മര്യാദ. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടാ. സംസ്കാരത്തിൻ്റെ പരിധിയാണ്. ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. സംസാരിക്കുന്നുവെങ്കിൽ ഖൈറായത് സംസാരിക്കട്ടെ, ഖൈറായതൊന്നും സംസാരിക്കാനില്ലെങ്കിലോ മിണ്ടാതിരിക്കട്ടെ. ഔ ലിയസ്മുത്. എത്ര മനോഹരമാണ് ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള ഹദീസുകൾ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്തിലൂടെ. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഹദീസ്, മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരാണോ തൻ്റെ 2 താടിയലിനിടയിലുള്ളതും തൻ്റെ 2 കാലുകൾക്കിടയിലുള്ളതും അത് സുരക്ഷിതമായി അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ ഉപയോഗിക്കുമെന്ന് ഉറപ്പ് നൽകുന്നത്, ജാമ്യം നിൽക്കുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചവർക്ക് ജാമ്യം നൽകുന്നത് എന്താണ്? അൽ ജന്ന. അവർക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ നാവ് എന്നുള്ളത്, നമ്മുടെ വാക്ക് എന്നുള്ളത്, പണ്ഡിതന്മാർ പറഞ്ഞു, ഇമ്മ ഇല ജന്ന ഇമ്മ ഇല നാർ. ഒന്നുകിൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാകാം, അല്ലെങ്കിൽ അത് നരകത്തിലേക്കുള്ള വഴിയാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചിലർ ചോദിച്ചില്ലേ, ജനങ്ങളിൽ അധിക പേരും നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങളാണ് എണ്ണിയത്, 2 അവയവങ്ങളെയാണ് എണ്ണിയത്. അൽ ഫമു വൽ ഫർജു, വായും ലൈംഗിക അവയവവും. വായ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് ഉദ്ദേശം നാവാണ്, വാ കൊണ്ടുള്ള സംസാരമാണ്. അതുകൊണ്ട് വാക്ക്, നാവ് കൊണ്ടുള്ള സംസാരം നരകത്തിൽ അധികയാളെയും പ്രവേശിപ്പിക്കാൻ കാരണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വാക്കുകൊണ്ട് ഒന്നുകിൽ നമുക്ക് നരകത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ സ്വർഗം തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കണം. സംസാരത്തിന് മുമ്പ് നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം. എന്ത് ഞാൻ സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടാ, ഏത് വിഷയത്തിലാണ് ഞാൻ മൗനം അവലംബിക്കേണ്ടത്, എന്താണ് ഞാൻ തുറന്നു പറയേണ്ടത്, ഇത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ പറയാനിരിക്കുന്നത് ഖൈറാണ്, എങ്കിൽ അത് പറയാം. ഫല്യഖുൽ ഖൈറൻ. ഖൈറല്ല എന്നെങ്കിൽ
മിണ്ടാതിരിക്കാം. ഔ ലിയസ്മുത്, ഇനി ഖൈറിനും ഷെറിനും ഒരുപോലെ സാധ്യതയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അവിടെയും മിണ്ടാതിരിക്കാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സ്വമത നജ. ആര് മിണ്ടാതിരുന്നോ അവൻ രക്ഷപ്പെട്ടു, അവൻ കഴിച്ചിലായി. അതുകൊണ്ട് ഖൈറാണെന്ന് ഉറപ്പ് വരുത്തി അത് സംസാരിക്കുക, ഷെറാണെങ്കിൽ മിണ്ടാതിരിക്കുക. ഖൈറിനും ഷെറിനും ഒരുപോലെ സാധ്യതയുണ്ട്, അവിടെയും മൗനമാണ് വിദ്വാനഭൂഷണം. മൻ സ്വമത നജ. മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, ഹൽ യുകിബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഫിന്നാർ ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. ജനങ്ങളെ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തു വെച്ചത് കൊണ്ടല്ലാതെ മറ്റെന്താണ്? നാവുകൾ അതുകൊണ്ട് സംസാരിച്ചവർ കൊയ്തെടുത്ത തിന്മകളല്ലാതെ മറ്റെന്താണ് ജനങ്ങൾ നരകത്തിൽ മുഖം കുത്തി വീഴാൻ കാരണമായിട്ടുള്ളത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വേറെ ചില ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ അടിസ്ഥാനവും ശാഖാപരമായ നന്മകൾ എണ്ണി പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ, നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് ചൂണ്ടി പറഞ്ഞു, ഇതിനെ നിങ്ങൾ പിടിച്ചു വെക്കുക, ഇതിനെ നിങ്ങൾ പിടിച്ചു വെക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ ജയിലിലടക്കുന്നത് പോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ തടവിലാക്കുക. ആവശ്യത്തിന് മാത്രം അല്ലേ, ഒരു തടവുകാരനെ, ജയിൽ പുള്ളിയെ ജയിലിലടച്ചാൽ അവൻ്റെ സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടും. സൂര്യപ്രകാശം പോലും കാണാൻ ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസം സമയം ഫിക്സ് ചെയ്യും. ആ സമയത്ത് റേഷൻ കൊടുക്കുന്ന പോലെ സൂര്യപ്രകാശം പോലും അവന് കാണിച്ചു കൊടുക്കുന്നു. പരിമിതികളുണ്ട്, പരിധികളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ നാവിനെ നിങ്ങൾ കെട്ടിയിടണം, കടിഞ്ഞാണിടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു ചില ഹദീസുകളിൽ കാണാം, അവയവങ്ങളെല്ലാം നാവിനെ ദിവസവും പഴിക്കും. ശരീരത്തിലെ അവയവങ്ങളെല്ലാം നാവിനോട് പറയും, നീ സൂക്ഷിക്കണം, നിന്നെ കൊണ്ടാണ് ഞങ്ങളുടെ നിലനിൽപ്പ്. നീ നേരായാൽ ഞങ്ങൾ നേരായി, നീ വഴി തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വഴിതെറ്റും എന്ന അവയവങ്ങൾ നാവിനോട് സംവദിക്കുമ്പോഴും സ്വഹീഹായ ഹദീസുകളിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, അത് ശരിയാകണം, അത് ഹക്കാകണം, അത് അഹ്സനാകണം, ഏറ്റവും മനോഹരമാകണം, ഏറ്റവും അനുയോജ്യമാകണം എന്ന അടിസ്ഥാനം നമ്മൾ ഓർക്കണം. നാവ്, വാക്ക് ഒന്നുകിൽ നമ്മെ സ്വർഗത്തിലേക്കും അതല്ലെങ്കിൽ നമ്മെ നരകത്തിലേക്കും നയിക്കുന്നതാണ്.